മാത്രമല്ല വെപ്പാട്ടിമാരുമായിട്ട് കഴിയുന്നവരൊക്കെ അത് ഉപേക്ഷിക്കണം. ഇനി അതുമാത്രമല്ല, ഇങ്ങനെയുള്ളവരെ സഭ ശപിച്ചു. അതിനാണ് ഒന്നാം ലാറ്ററൻ സുന്നകദോസ് വിളിച്ചു കൂട്ടിയത്. മനസ്സിലായി? ഈ വൈദികർ അവിവാഹിതരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അന്നത്തെ കാലത്ത് CCTV ക്യാമറയോ മൊബൈൽ ഫോണോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പല പരിപാടികളും നടക്കുമായിരുന്നു. ഇന്ന് ഇപ്പം എല്ലാം ടെക്നോളജി വന്നു. CCTV ക്യാമറയുണ്ട്, വിരൽ അടയാളമുണ്ട്, മറ്റേ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് ഒരു കത്തോലിക്ക അച്ഛൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു വലിയ ഭരണാധികാരിയായിരുന്നു. പ്രത്യേകിച്ച് ബിഷപ്പ് എന്ന് പറയുന്നതൊക്കെ ഒരു ഇരുമ്പ് കൂടായിരുന്നു. അവിടെ എന്ത് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയാലും പുറലോകം അറിയില്ലായിരുന്നു. അത് അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പല വൈദികർക്കും വെപ്പാട്ടിമാരും ഭാര്യമാരും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവർ അതൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് ചെയ്യുന്നത്.